മലയാളത്തിന്റെ പ്രിയ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും മൂത്ത മകൻ ഗോകുൽ സുരേഷും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. അടുത്തിടെയായി ഇളയ മകൻ മാധവനോടും ആ സ്നേഹം മലയാളികൾ കാണിക്കുന്നുണ്ട്. കുമ്മാട്ടിക്കാളി എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് ചുവട് വെക്കുന്ന മാധവാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ആ കുടുംബത്തിൽ അടുത്തിടെയായി എപ്പോഴും വാർത്തകൾ നിറയാറുള്ള വ്യക്തി. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മാധവന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും താരപുത്രന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ കാരണം. എന്നാൽ തന്നെ കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളോട് കൃത്യസമയത്ത് പ്രതികരിക്കാനും മാധവ് മറക്കാറില്ല. ഇപ്പോഴത്തെ തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ താനുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളിലെ സത്യാവസ്ഥ മാധവ് വെളിപ്പെടുത്തി. അച്ഛനൊപ്പം അവസാനം പകർത്തിയ സെൽഫിയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ കവളിൽ അച്ഛന് സുരേഷ് ഗോപി കടിക്കുന്ന ചിത്രമാണ് ഗോകുൽ പങ്കിട്ടത്. അനാവശ്യമായി സംസാരിക്കുന്ന കുറച്ച് ആളുകൾക്കുള്ള മറുപടിയായിരുന്നു അച്ഛനൊപ്പമുള്ള ആ സെൽഫി എന്ന് മാധവ് പറഞ്ഞു. ഭാഗ്യയുടെ വിവാഹത്തിന്റെ തലേ ദിവസം എടുത്ത ഫാമിലി ഫോട്ടോയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നടൻ പറഞ്ഞു. ഗോകുലിന് അവസാനം അയച്ച വാട്സപ്പ് സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള വോയിസ് മെസ്സേജാണ് അയച്ചത്. അത് കേൾപ്പിക്കുന്ന റിസ്ക് ആണെന്നാണ് മാധവ് പറഞ്ഞത്. അച്ഛൻ അയക്കുന്ന മെസ്സേജിലെ പ്രധാന ഇമോജിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ മെസ്സേജിനൊപ്പം 10 ഉമ്മയും കുറെ ഹാർട്ട് ഇമോജി ഉണ്ടാകുമെന്നാണ് മാധവ് പറഞ്ഞത്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിന്റെ പേര് ഫാം എന്നാണ്. അമ്മയാണ് അതിൽ ഏറ്റവും ആക്റ്റീവ്. ഞങ്ങളുടെ ആർട്ടിക്കിൾ വരുമ്പോൾ അമ്മ അതിൽ എടുത്തിടും. പിന്നെ ഞങ്ങളുടെ പെറ്റ് ഡോഗ്സിന്റെ ഫോട്ടോകളും വരും. അമ്മയുടെ ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞങ്ങളുടെ രാജപാളയം ഡോഗ് ധീരെ പരിഗണിക്കുന്നതെന്നും താരപുത്രം പറഞ്ഞു. ഫുഡിന് ഒരു കോമൺ മെനുവേ വീട്ടിലുള്ളൂവെന്നും അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമാകുമെന്നും മാധവ് പറയുന്നു. പിന്നീട് തന്റെ ഉറ്റ സുഹൃത്തായ സെലിനെ കുറിച്ചും തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടു വന്ന ഗോസിപ്പുകളെ കുറിച്ചും മാധവ് സംസാരിച്ചു. അവസാനം മെസ്സേജ് അയച്ചത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ്. അത് മറ്റാരുമല്ല, മീഡിയക്കാർ എന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച വ്യക്തിയായ സെലിനാണ്. എന്ത് മെസ്സേജാണ് അവൾക്ക് അയച്ചതെന്ന് പക്ഷേ കാണിക്കില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിൻ. അവിടെ വെച്ച് നിർത്തുന്നു. പിന്നെ എന്നെ നാട്ടിലെ എലിജിബിൾ ബാച്ചലറായിട്ടാണ് മാധ്യമം കണ്ടിട്ടുള്ളതെന്നും തോന്നുന്നു. ആദ്യം ഞാൻ അനുപമയുമായി ഫോട്ടോ ഇട്ടപ്പോൾ എനിക്ക് അനുപമയുടെ പ്രേമമാണെന്ന് വാർത്ത വന്നു. അനുപമ എൻ്റെ നല്ല സുഹൃത്താണ്. സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ മീനുട്ടിയുമായും ദിലീപ് അങ്കിളുമായും കാവ്യ ചേച്ചിയുമായുള്ള ഫോട്ടോ ഇട്ടപ്പോൾ മീനാക്ഷിയുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു. അങ്ങനെ 2-3 വർഷം പോയി. ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളയാളല്ല ഞാൻ. എനിക്കുള്ള സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്താണ് സെലിൻ. അതുകൊണ്ടാണ് എൻ്റെ ജെനുവിൻ ഫീലിങ്സ് വെച്ച് അവൾക്ക് ഞാൻ പിറന്നാളാശംസ ഇട്ടത്. അപ്പോഴും സുരേഷ് ഗോപിയുടെ മകന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു. എന്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ, എന്നിട്ട് പതുക്കെ നമുക്ക് അതിലേക്ക് എത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. സിംഗിളാണ് ഞാൻ, പക്ഷെ മിങ്കിളാകാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് ജീവിച്ചു പോക്കട്ടെ, എന്നെ തന്നെ നോക്കി എന്നാണ് മാധവ് മറുപടി നൽകിയത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഗൂഗിൾ സുരേഷിനെ കാണാൻ സുരേഷ് ഗോപി പോലെ തന്നെയാണ്, പക്ഷെ അത്രയും ഒരു ചായ മാധവിനില്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ ഏതാണ്ട് രൂപസാദൃശ്യം ഇദ്ദേഹത്തിനും ഉണ്ട്. അപ്പോൾ ടാറ്റ.